ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ നോമ്പിന്റെ ധ്യാന പരമ്പരയിൽ പങ്കെടുക്കുവാൻ ദൈവം അനുവദിച്ച അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിനായി എനിക്ക് ലഭിച്ച വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ സ്നാനത്താൽ സഭയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചവർ ക്രിസ്തുവിനോടുകൂടെ മരിച്ചടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവരാണ്. സ്നാനം ഒരിക്കലായി മാത്രം സംഭവിക്കുന്നതാണ്. അത് മരിച്ചടക്കപ്പെടുന്നതിൻ്റെയും ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെയും നിരന്തര ജീവിത ശൈലിയിലേക്കുള്ള പ്രവേശനമാണ്. കർത്താവിൻ്റെ സഹനത്തെയും കുരിശുമരണത്തെയും ധ്യാനിക്കുന്ന ഈ നാളുകളിൽ അത് എങ്ങനെ സാധ്യമാകും എന്നത് നമുക്ക് 2-3 ചിന്തകളിലായി ധ്യാനിക്കാം. 1. ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നതിലൂടെ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ ആവശ്യപ്പെടുന്നു. മരിച്ച് ക്രിസ്തുവിനോട് കൂടെ മറിഞ്ഞിരിക്കുന്നവരാണ് വിശ്വാസികൾ. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നവരാണ് വിശ്വാസികൾ. അതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതാണ്. വീണ്ടും ജനത്തെ പുതുക്കം പ്രാപിച്ചിരിക്കുന്ന മനസ്സ് പഴയ ഭൗമിക കാര്യങ്ങളിലേക്ക് തിരിക്കരുത്. എപ്പോഴെങ്കിലും ലോകത്തിന്റെ പിടിയിൽ അമർന്ന് ദൈവമുഖം നമുക്ക് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് ഉപവാസം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതിനും ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നതിനും നമ്മെ ഒരുക്കുന്ന നാളുകളായിരിക്കണം. 2. പുനരുത്ഥാന ജീവിതശൈലി അവയവങ്ങളെ മരിപ്പിക്കുന്നതിന്റെ ശൈലിയാണ്. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഈ വക കാര്യങ്ങൾ മനുഷ്യ ആളത്വത്തിൽ സജീവമായാൽ അവ സ്വർഗീയ വിളിയോടുള്ള അനുസരണക്കേടാണ്. ഈ അനുസരണക്കേട് ദൈവകോപത്തിനിടയാകുന്നു. ഇനി അതിലേക്ക് താണു പോകരുതെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. അതിനായാണ് അവയവങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലായ്മയാക്കേണ്ടത്. കോപം, ക്രോധം, ഈർഷ്യ, ദുർഭാഷണം, ദൂഷണം, അന്യോന്യ പോഷ്ക് പറച്ചിലവ ഇല്ലാതാക്കേണ്ടതുണ്ട്. വീണ്ടും ജനനത്തിന്റെ ജീവിതശൈലി പ്രാപിച്ചവർ ഇത്തരത്തിലുള്ള യാതൊരു നിഷേധ സ്വഭാവവും വച്ചു പുലർത്താൻ പാടില്ല. യേശുവിന് അധികാരവും മഹത്വവും കരയേറ്റുന്ന ജീവിതങ്ങൾ ഈ ദൂഷിത ഭാവങ്ങളെ ഇല്ലാതാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കേണ്ടതുണ്ട്. മരിപ്പിക്കുന്നതാണ് ജീവൻ പ്രാപിക്കുന്നതിന്റെ അടിസ്ഥാനം. 3. പുനരുത്ഥാന ജീവിതശൈലി ദൈവത്തിന്റെ വിശുദ്ധരും വ്രതരും പ്രിയരുമായി തീരുന്നതാണ്. ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് വിശുദ്ധർ. അവർ ജീവിതത്തിൽ വ്രതനിഷ്ഠയുള്ളവരാണ്. ദോഷങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നതിലൂടെ മാത്രം ജീവിതം വിശുദ്ധമാകുകയില്ല. നന്മകളിൽ ക്രിയാത്മകമായി ഉൾച്ചേരുകയാണ് ആവശ്യം. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊള്ളുന്നതാണ് ക്രിസ്തീയ ജീവിതം. പരസ്പര വഴക്കുകൾ പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കർത്താവ് നമ്മോട് ക്ഷമിച്ചു വന്നതാണ് പരസ്പര ക്ഷമയുടെയും സ്വീകരണത്തിന്റെയും അടിസ്ഥാനം. അവരവർക്ക് ദൈവിക ക്ഷമ ലഭിച്ചുവെന്ന് ബോധ്യമുള്ളവർക്ക് മാത്രമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കഴിയുന്നത്. ദൈവം നൽകിയ പാപക്ഷമയെ വ്യക്തിബന്ധങ്ങളിലേക്ക് പകരുന്നതിലൂടെയാണ് ദൈവിക ക്ഷമയെ നിലനിൽക്കുവാൻ കഴിയുന്നത്. സമ്പൂർണതയുടെ ബന്ധമായി സ്നേഹം ധരിക്കുകയും ക്രിസ്തുവിന്റെ സമാധാന ഹൃദയങ്ങളിൽ വാഴുകയും വേണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും പരസ്പരം ബുദ്ധി ഉപദേശിച്ചും ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും കൊണ്ട് ചിന്തകളെ നിയന്ത്രിക്കുന്നതാണ് പുനർജീവന ശൈലി. ചിന്താമണ്ഡലത്തെ മലിനമാക്കാതെ ശരീരത്തെ വിശുദ്ധി സൂക്ഷിക്കുന്ന ദൈവമക്കളായി ജീവിതം തുടരുവാൻ ഈ നോമ്പുകാലങ്ങളിൽ നമുക്ക് സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.